നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. ആമേൻ, സ്തോത്രം. എല്ലാവരും മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ഒരാൾ ഉറക്കെ വായിച്ചാട്ട്. മകളെ ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. നമുക്ക് വളരെ സുപരിചിതമായിരിക്കുന്ന വേദഭാഗമാണ്, സംഭവ പശ്ചാത്തലമാണ്, ചരിത്ര പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. രക്തസ്രവക്കാരിയായിരിക്കുന്ന സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കുന്ന കാര്യമാണ് ഈ ഭാഗത്ത് കാണുന്നത്. മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൽ കാണുന്ന 2 അത്ഭുത പ്രവൃത്തികൾ, 1 രോഗത്തിൽ നിന്നുള്ള വിടുതലും 2 മരണത്തിൽ നിന്നുള്ള വിടുതലുമാണ്, ഇല്ലേ? ആ ഭാഗത്ത് യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുന്ന ഒരു അത്ഭുത പ്രവൃത്തി നടക്കുന്നുണ്ട്. ആ യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുന്ന ഭാഗത്ത് ആ അത്ഭുത പ്രവൃത്തികൾക്കിടയിലാണ് എന്ത് നടക്കുന്നത്? രക്തസ്രവക്കാരി സ്ത്രീയുടെ പരിപൂർണ സൗഖ്യം നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ചരിത്ര പശ്ചാത്തലം നിങ്ങൾക്ക് അറിയാവുന്നതായതുകൊണ്ട് ഞാൻ അത് വിശദീകരിക്കുന്നില്ല, വീണ്ടും വായിപ്പിക്കുന്നില്ല. അവിടെ എഴുതിയിരിക്കുകയാണ്, മകളെ ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ എന്തിരിക്കുന്നു? രക്ഷിച്ചിരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നല്ല, അല്ലേ? പലരും പറയാറുണ്ട്, ലോകത്തിലുള്ള സകല മനുഷ്യരും കോമൺ ആയിട്ടുള്ള ആൾക്കാര് വചനം അത്ര അറിയാത്തവര് പറയും, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന്. രക്ഷിക്കട്ടെ എന്നല്ല, കർത്താവ് പറഞ്ഞ എന്താണ്? നിന്റെ വിശ്വാസം നിന്നെ എന്തിരിക്കുന്നു? രക്ഷിച്ചിരിക്കുന്നു എന്നാ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. ലൂക്കോസിന്റെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും ഈ സംഭവങ്ങൾ വിശദമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ 23 വാക്യങ്ങൾ എടുത്ത് വിശാലമായിട്ടാണ് ഈ 2 കാര്യങ്ങളും പറയുന്നത്. ഏത് കാര്യം? യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുന്ന കാര്യവും രക്തസ്രവക്കാരി സ്ത്രീയുടെ സൗഖ്യവും 23 വാക്യങ്ങൾ എടുത്താണ് മർക്കോസ് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 17 വാക്യങ്ങൾ അതിനു വേണ്ടി മാറ്റിവെക്കുമ്പോൾ മത്തായി ചുരുക്കമായിട്ട് 9 വാക്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. മത്തായി സുവിശേഷത്തിൽ 9 വാക്യങ്ങൾ ഈ 2 സംഭവങ്ങളെ കുറിച്ച് ചുരുക്കമായിട്ട് പറയുന്നുള്ളൂ. എന്നാൽ വിശാലമായ മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ഓരോ എഴുത്തുകാരും ഓരോ കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് എഴുതുന്നത്. ഇവിടെ മത്തായി സുവിശേഷത്തിൽ കർത്താവിന്റെ അത്ഭുത പ്രവർത്തികൾ, ദൈവത്തിൻ്റെതായ വീര്യപ്രവർത്തികളൊക്കെ വർണ്ണിച്ചുകൊണ്ട് എഴുതുമ്പോൾ മത്തായി സുവിശേഷത്തിൽ പ്രത്യേകിച്ച് പറയുന്നത് മരിച്ചവളെ ഉയർപ്പിക്കുന്ന കാര്യം. അവിടെ പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കുന്ന ഒരു പ്രത്യേക പദമുണ്ട്. യായിറോസിന്റെ മകളുടെ കാര്യത്തിലൊക്കെ മത്തായി മാത്രം എഴുതിയിരിക്കുന്ന കാര്യമാണ്, കർത്താവേ നീ വന്ന് മരിച്ചവളെ കൈവച്ച് എന്ത് ചെയ്യണമേ? ഉയർപ്പിക്കണമേ എന്നാരേ പറയുന്നുള്ളൂ? മത്തായി മാത്രമേ പറയുന്നുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത് ആ മനുഷ്യന്റെ, ആ യായിറോസിന്റെ വിശ്വാസത്തിന്റെ പൂർണ്ണതയാണ് വെളിപ്പെടുന്നത്. വിശ്വാസത്തോടെ വന്ന് പറയുകയാണ്, നീ വന്ന് മരിച്ചുപോയ എൻ്റെ കുഞ്ഞിന്റെ മേൽ കൈവച്ച് അവളെ എന്ത് ചെയ്യണം? ഉയർപ്പിക്കണമേ എന്ന് പറയുക. ഇതൊക്കെ മത്തായിയാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. മറ്റു ഭാഗങ്ങളിലൊക്കെ വിശദീകരിക്കുന്നുണ്ടെങ്കിലും മത്തായിലെ വളരെ രസകരമായ രീതിയിലും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതിൽ ആഴത്തിൽ ധ്യാനിക്കുമ്പോൾ ആത്മീകമായിരിക്കുന്ന ഒത്തിരി മർമ്മങ്ങൾ, വിശ്വാസത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ എന്താ സംഭവിക്കുക നമുക്കറിയാം. വളരെ ശുശ്രൂഷയുടെ തിരക്കിലാണ് കർത്താവ്. ആ സമയത്താണ് യായിറോസ് വന്ന് പറയുന്നത്, പള്ളിപ്രമാണിയായിരിക്കുന്ന ഈ മനുഷ്യൻ വന്ന് പറയുന്നത്, എൻ്റെ മകള് എന്ത് ചെയ്തു? ധീരമായി കിടക്കും, നമ്മൾ മരിച്ചുപോയി എന്നുള്ള ആശയത്തിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നീ വന്ന് കൈവച്ച് ഒന്ന് ശവിക്കമാണ്. മറ്റൊരു ഭാഗത്ത് ധീരമായി കിടക്കും എന്നുള്ളൊരു ഭാഗമൊക്കെ പറയുന്നുണ്ട്. അവിടെ പറയുമ്പോൾ ആ തിരക്കിനിടയ്ക്ക് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. അവള് മരിച്ചിട്ടില്ല, എന്താണ്? അവള് ഉറങ്ങുകയത്രേ ചെയ്യുന്നതെന്ന്. ഉറങ്ങുക, അല്ലേ? അതൊരു പഴയ നിയമത്തിലെ പദമാണ്. ഉറങ്ങുക, മരണത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു വാക്കിന് ഉറങ്ങുക എന്നുള്ള പ്രത്യേകമായിരിക്കുന്ന വാക്ക് ദാനിയേൽ പ്രവൃത്തിയിൽ കാണുന്നുണ്ട്, അല്ലേ? പൊടിയിൽ നിദ്ര കൊള്ളുന്നവരൊക്കെ, ഇല്ലേ? എന്നൊരു വാക്ക് അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മത്തായി സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ലാസറിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? നമ്മുടെ സ്നേഹിതൻ, ഇല്ലേ, ഉറങ്ങുന്നു, നമുക്ക് അവനെ പോയി എന്ത് ചെയ്യാം? ഉണർത്താം എന്നുള്ളതായ രീതിയിലുള്ള ഉറക്കം എന്ന് പറയുന്നതായ പദം ഉപയോഗിച്ച് മരണത്തെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ സാദൃശ്യപ്പെടുത്തി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതേ വാക്കാ കർത്താവ് ഉപയോഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൾ ഉറങ്ങുക, മരിച്ചെന്നും പറയണ്ട, അവൾ ഉറങ്ങുകയാണെന്ന് പറഞ്ഞ് ആരുടെ വീട്ടിലേക്ക് പോവുകയാണ്? യായിറോസിന്റെ വീട്ടിലേക്ക് പോവുക. യായിറോസിന്റെ വീട്ടിൽ എന്താ നടക്കുന്നത്? യായിറോസിന്റെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ വായിക്കാൻ നമുക്ക് നേരമില്ല. അവിടെ വിലാപക്കാരുണ്ട്,
അവിടെ മരിച്ചവരുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളും ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. അവിടെ പ്രത്യേകം മത്തായി എഴുതിയിട്ടുണ്ട്, വിലാപക്കാരെ കൂടാതെ ആരും ഉണ്ടെന്ന് അറിയാമോ? കുഴലൂത്തുകാരും ഉണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന ശവസംസ്കാര ചടങ്ങിലുള്ള എല്ലാ ക്രമീകരണങ്ങളും പള്ളിപ്രമാണി വീട്ടിൽ നടക്കുകയാണ്. യായിറോസിന്റെ വീട്ടിൽ. യായിറോസ് എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം വെളിച്ചം പരത്തുന്നവൻ എന്നാണ്, അല്ലെ? പ്രകാശം കൊണ്ടുവരുന്നവൻ എന്നാണ് അർത്ഥം. എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരുത്തുന്നവൻ, എല്ലാവരുടെയും ജീവിതത്തിൽ പ്രകാശം വരുത്തുന്നവൻ, എല്ലാവർക്കും വെളിച്ചമായിരിക്കുന്നവൻ. അവന്റെ വീട്ടിൽ ഇപ്പൊ എന്താണ്? ഇരുള, അല്ലെ? പ്രൈസ് ദി ലോർഡ്. മരണത്തിന്റെ ഇരുളാണ് ഇപ്പോൾ അവന്റെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മരണത്തിന്റെ കൂരിരുട്ടാണ് അവന്റെ ജീവിതത്തിലുള്ളത്. വെളിച്ചം കിട്ടാതെ മരണത്തിൽ നിന്ന് നീക്കുപോക്കിന് വേണ്ടി സാക്ഷാൽ വെളിച്ചമായ, ലോകത്തിന്റെ വെളിച്ചമായ കർത്താവിന്റെ അടുത്തേക്ക് അവൻ വെളിച്ചം ചോദിച്ചുകൊണ്ട് വന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്, അല്ലേ? ആരാണ് വെളിച്ചം? വെളിച്ചം നമ്മുടെ കർത്താവ്, അല്ലേ? സാക്ഷാൽ വെളിച്ചമായവൻ ആരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ. അവന്റെ അടുത്തേക്കാണ് അവൻ വെളിച്ചം നഷ്ടപ്പെട്ടവൻ, മകളെ നഷ്ടപ്പെട്ടവൻ, ജീവൻ നഷ്ടപ്പെട്ടവൻ ഓടി വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പള്ളിപ്രമാണിയാണെന്നുള്ളതായ യാതൊരു ഉന്നത ഭാവമോ അഹങ്കാരമോ ഒന്നുമില്ലാതെ താഴ്മയോടെ വിനയത്തോടെ യേശുവിന്റെ മുമ്പിൽ വന്ന് നമസ്കരിച്ചു വന്നും കുമ്പിട്ടു വന്നൊക്കെ പല സുവിശേഷങ്ങളായിട്ട് മാറി മാറി എഴുതിയിട്ടുണ്ട്. അത് അവന്റെ സമർപ്പണത്തെ കാണിക്കുന്നത്, അവന്റെ താഴ്മയെ കാണിക്കുന്നത്. ഈ പകൽ നമ്മൾ ഓർത്തുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. വെളിച്ചം നഷ്ടപ്പെട്ടാൽ വെളിച്ചം വേണമെന്നുള്ളവർ എന്ത് ചെയ്യണം? കർത്താവിന്റെ അടുത്തേക്ക് വരണം. കർത്താവിന്റെ അടുത്തേക്ക് വരുന്നവർ അവരുടെ സകല സ്ഥാനമാനങ്ങളും പദവികളും ഒക്കെ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിട്ട് താഴ്മയോടും വിനയത്തോടും കൂടെ വന്നാൽ കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ പറ്റും, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അവൻ തക്ക സമയത്ത് പത്രോസ് പറയാം, നിങ്ങൾ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കരത്തിൻ കീഴിൽ എന്ത് ചെയ്യണം? താണിരുന്നു കൊള്ളണം. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ പള്ളിപ്രമാണിയെ പോലെ പ്രമാണിത്വം, ഉന്നത ഭാവം, അല്ലേ? നിങ്ങളുടെ ഹൃദയം, നമ്മുടെ സ്ഥാനമാനങ്ങൾ, നമ്മുടെ ഡിഗ്രികൾ, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ യോഗ്യതകൾ, ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന ആ ഒരളവിൽ നയമാനെ പോലെ വന്നിക്കരുത്, അല്ലേ? നയമാൻ വിടുതലിന് വന്നത് എങ്ങനെയാ നമുക്കറിയാമല്ലോ, അല്ലേ? നയമാൻ വന്നത് എങ്ങനെയാ? അവൻ ആരാണ്? അവൻ സൈന്യാധിപനാണ്, സൈന്യത്തിന്റെ മുഴുവൻ ചുമതലയുള്ളവനാണ്. അവൻ ആ രാജാവിന്റെ പ്രത്യേകമായിരിക്കുന്ന ലെറ്ററോടുകൂടെയാണ് വന്നിരിക്കുന്നത്. ആ അരാം സൈന്യത്തിന്റെ മുഴുവൻ വലിയ ചുമതലയുള്ള ആൾ അവന്റെ പ്രൗഢിയോടെ, അവന്റെ സമ്മാനങ്ങളോടെ, ഇല്ലേ? അവന്റെ പ്രതാപം മുഴുവൻ കാണിച്ചുകൊണ്ട്, അവന്റെ അധികാരം മുഴുവൻ കാണിച്ചുകൊണ്ട് അവൻ ഏലീശയുടെ അടുത്തേക്ക് വരികയാണ്. പക്ഷെ ഏലീശ പറഞ്ഞു, നിനക്ക് സൗഖ്യം വേണമെങ്കിൽ നീ എന്ത് ചെയ്തോണം? നീ പോയി യോർദാൻ നദിയിൽ മുങ്ങിക്കൊള്ളണമെന്ന് പറഞ്ഞു. അവിടെ അവൻ മുങ്ങുന്നതിന് മുമ്പ് അവൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വലിയ അർപ്പാനും പർപ്പരയൊക്കെ ഉണ്ട്, ഇല്ലേ? വലിയ വലിയ നദികളൊക്കെ ഉണ്ട്, പുണ്യ നദികളൊക്കെ ഉണ്ട്. അവിടൊക്കെ ഞാൻ മുങ്ങേണ്ടതിന് പകരം ഇവിടെ വന്ന് യോർദാനിൽ മുങ്ങേണ്ട കാര്യമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് താഴ്ത്താതെ, വിനയപ്പെടുത്താതെ സ്വന്തത്തിൽ, സ്വയത്തിൽ, ജഡത്തിൽ, മാംസത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? അഹങ്കരിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. വിടുതൽ വേണമെങ്കിൽ ദൈവസന്നിധിയിൽ താഴണം. ഹല്ലേലൂയ, ആമേൻ. നമുക്ക് അനുഗ്രഹം വേണമെങ്കിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. എലീശ പറഞ്ഞത് മുഴുവൻ പൂർണ്ണമായി എപ്പോൾ നയമാൻ അനുസരിച്ചോ അപ്പോൾ അവന് സൗഖ്യമുണ്ടായി. അവന്റെ ശരീരത്തിലെ കുഷ്ഠം മുഴുവൻ മാറി. എന്ന് മാത്രമല്ല, അവന്റെ ശരീരം ഒരു ശിശുവിന്റെ ശരീരം പോലെ, ആള് മാറിയവനെ പോലെ അവനിൽ വ്യത്യാസമുണ്ടായെങ്കിൽ ഇന്ന് പകൽ നമ്മൾ ഓർത്തുകൊള്ളണം. നമ്മുടെ സകലതും വിട്ടിട്ട്, സകലതും ഉപേക്ഷിച്ചിട്ട് അവനെ സമർപ്പിച്ചു കൊടുത്താൽ, കർത്താവിന് മുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്തിയാൽ അതിന്റെ പിമ്പിൽ അനുഗ്രഹമുണ്ട്. സൗഖ്യമാക്കാൻ കർത്താവിന് മടിയുണ്ടായിട്ടല്ല, സൗഖ്യമാക്കാൻ കർത്താവിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല, സൗഖ്യമാക്കുവാൻ ദൈവത്തിന് മനസ്സില്ലാഞ്ഞിട്ടല്ല. പക്ഷെ നമ്മുടെ സമർപ്പണം ആരാഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ഉന്നത ഭാവവും നമ്മുടെ നിഗള ഹൃദയവും കൊണ്ടൊക്കെ പോയാൽ നമ്മൾ തകർന്നു പോകുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് പള്ളിപ്രമാണിയായിരിക്കുന്ന യായിറോസ് ആണെങ്കിൽ പോലും അവനെ വീണ് നമസ്കരിച്ചപ്പോൾ തടുത്തില്ല, അവന്റെ മുമ്പിൽ വന്ന് മുട്ടുമുത്തിയപ്പോൾ തടഞ്ഞില്ല. കാര്യം എന്നാന്നറിയാമോ? എത്ര വലിയ പ്രമാണിയാണെങ്കിലും ഒരു സമർപ്പണത്തിൽ കൂടെ ഒരു അനുഗ്രഹം ദൈവം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര വലിയവനാണെങ്കിലും അവന്റെ സ്ഥാനമാനങ്ങളെ മറന്നുകൊണ്ട് കർത്താവിന് മുട്ടുമടക്കിയപ്പോൾ ദൈവത്തിന് മനസ്സലിവുണ്ടായെന്ന
ആ തിരക്കുകളുടെ ഇടയിൽ നിന്ന് കർത്താവ് എന്ത് ചെയ്യാണ്? പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക് ശിഷ്യന്മാരെ കൊണ്ട് യാത്ര പോവുകയാണ്, പുറപ്പെട്ടു പോവുക. തിരക്കുകളാണ്, കർത്താവ് ശുശ്രൂഷയുടെ തിരക്കാണ്. അവിടുന്ന് പുറപ്പെട്ട് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, യാത്രാമധ്യേ എങ്ങോട്ടുള്ള യാത്ര? യായിറോസിന്റെ മകളെ ഉയർപ്പിക്കാൻ വീട്ടിലേക്കുള്ള യാത്ര, മരണ വീട്ടിലേക്കുള്ള യേശുവിനെ ബന്ധപ്പെട്ടുള്ള യാത്ര. പ്രൈസ് ദി ലോർഡ്. ആ യാത്രാമധ്യയാണ് ആർക്ക് സൗഖ്യം കിട്ടുന്നത്? രക്തസ്രവക്കാരി സ്ത്രീക്ക് സൗഖ്യം കിട്ടുന്നത്. വേണമെങ്കിൽ നമുക്ക് മറ്റു ചില ഭാഗങ്ങളിലൊക്കെ കാണുന്ന പോലെ യേശുവിന് എന്ത് ചെയ്യാം? അങ്ങോട്ട് ചെല്ലാതെ, എങ്ങോട്ട് ചെല്ലാതെ, ഈ പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക് ചെല്ലാതെ അവിടെ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും? സൗഖ്യമാക്കാൻ പറ്റുകയില്ലേ? തീർച്ചയായിട്ടും. യേശു അവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മതി. നമുക്കറിയാം, തിരുവെഴുത്തിൽ പല ഭാഗം കാണുന്നുണ്ട്. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൽ ശതാധിപന്റെ ദാസനെ എന്ത് ചെയ്തു? അങ്ങോട്ട് പോകാതെ ഒരു വാക്ക് പറഞ്ഞെന്ത് ചെയ്തു? കർത്താവ് മൈലുകൾക്കിപ്പുറത്ത് സൗഖ്യമാക്കി, അല്ലേ? കനാന്യ സ്ത്രീ പ്രാർത്ഥിക്കാൻ വന്നത് അവളുടെ മകളുടെ മേലുള്ള ഭൂതോപദ്രവം മാറേണ്ടതിനാ. മൈലുകൾ സഞ്ചരിച്ച് കർത്താവിൻ്റെ അടുത്തേക്ക് വന്നതാ. കർത്താവ് അവിടെ ഇരുന്നു കൊണ്ട് അവളുടെ മകളുടെ മേലുള്ള ഭൂതാത്മാവിനെ എന്ത് ചെയ്തു? ശാസിച്ച് സൗഖ്യമാക്കി. അവളുടെ രോഗബന്ധനം അഴിച്ചുവിട്ട് കർത്താവ്, ഇല്ലേ? മറ്റൊരു ഭാഗത്ത് രാജഭൃത്യന്റെ മകനെ സൗഖ്യമാക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ കർത്താവ് എന്ത് ചെയ്തില്ല? നേരിട്ട് പോയി കൈവെക്കുകയോ എണ്ണ പൂശി പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തില്ല. മറിച്ച് അവിടെ നിന്നുകൊണ്ട് കൽപ്പിച്ചപ്പോൾ, ഒരു വാക്ക് പറഞ്ഞപ്പോൾ കർത്താവ് അവിടെ എന്ത് ചെയ്തു? സൗഖ്യമായി. അങ്ങനെയാണെങ്കിൽ അകലെ ഇരുന്നും സൗഖ്യമാക്കാൻ കർത്താവിന് കഴിയും, അല്ലേ? എത്ര ദൂരത്തായാലും കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയും. ചിലരുടെ വിഷയത്തിൽ കർത്താവ് ദൂരത്തിരുന്ന് സൗഖ്യമാക്കുന്നവനാണെങ്കിൽ, ചിലരുടെ വിഷയത്തിൽ അടുത്ത് വന്ന് സൗഖ്യമാക്കുന്നവനാണ്. ഹല്ലേലൂയ. അവൻ ദൂരസ്ഥനുമാണ്, അവൻ സമീപസ്ഥനുമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിശ്വസിക്കണം, ഞാൻ ദൂരെയായിരുന്നാലും, എൻ്റെ പ്രശ്നം എത്ര അകലെയായിരുന്നാലും, ആ പ്രശ്നത്തിന് പരിഹാരം തരാൻ എൻ്റെ കർത്താവിൻ്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്, വചനത്തിന് ശക്തിയുണ്ട്. ഇന്ന് പകൽ നമ്മൾ വിശ്വസിക്കണം, കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ എത്ര ദൂരെയായിരുന്നാലും എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും, എത്ര അകലെയായിരുന്നാലും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. എന്നാൽ അടുത്ത് വന്ന് വിടുവിക്കുന്നവനും കൂടെ നമ്മുടെ കർത്താവ്. ഇവിടെ യായിറോസിന്റെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്, അല്ലേ? യായിറോസിന്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യുക. ആ യാത്രയുടെ തിരക്കിനിടയിലാണ് ഒരു സ്ത്രീ, അവളെ കുറിച്ച് പറഞ്ഞ 12 വർഷമായി രക്തസ്രവക്കാരിയായി, ഏറിയൊരു നാള് ചികിത്സ ചെയ്ത് അവളുടെ സമ്പത്തൊക്കെയും ആർക്ക് കൊടുത്തു? വൈദ്യന്മാർക്ക് കൊടുത്തിട്ട് യാതൊരു സൗഖ്യം ലഭിക്കാതെ നിൽക്കുന്ന അവൾ യേശുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൾ ആഗ്രഹിച്ച കാര്യം എന്താ? അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങല്ലെങ്ങ് തൊട്ടാൽ എനിക്കൊന്നുണ്ടാകും, സൗഖ്യമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. വസ്ത്രത്തിന്റെ തൊങ്ങല്ലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യമുണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തോടെ ആ ജനക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് അവൾ വരികയാണ്. ഈ സമയത്ത് യേശു എങ്ങോട്ട് പുറപ്പെട്ടു? യായിറോസിന്റെ മകളെ ഉയർപ്പിക്കാൻ അവളുടെ വീട്ടിലേക്കുള്ള പുറപ്പാടിലാണ്, യാത്രയിലാണ്. ജനക്കൂട്ടം തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അടിയന്തിരമായിട്ട് ചെന്ന് തന്റെ ശിഷ്യന്മാരുമായി സൗഖ്യം കൽപ്പിക്കുന്ന, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് വേണ്ടി പോവുകയാണ്. എന്നാൽ ആ തിരക്കിനിടയിലും ഒരു സ്ത്രീ യേശുവിനെ എന്ത് ചെയ്തു? തൊട്ടു. ആ ഭാഗം നമ്മൾ ചിന്തിക്കുക. നമ്മൾ വായിച്ച കുറിവാക്യം അതാണ്. ഒന്ന് വായിച്ചാട്ടോ, ഒന്നുകൂടെ. മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും. തൊട്ട് പുറകിൽ ഉള്ള ഭാഗം കൂടെ വായിച്ചാണ്. അവന്റെ വസ്ത്രം മാത്രം തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. അടുത്തത്, ഈ സ്ത്രീ വന്നിട്ട് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. മതി, മകളെ ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം. മറ്റു സുവിശേഷങ്ങൾ കുറച്ചുകൂടെ വിശദീകരണമുണ്ട്. എന്നാൽ മത്തായി സുവിശേഷത്തിൽ വെറും 9 വാക്യങ്ങൾ കൊണ്ട് ഈ 2 സംഭവങ്ങൾ ചുരുക്കേണ്ടതുകൊണ്ട് അവിടെ ചുരുക്കി എഴുതിയിരിക്കുക. നിങ്ങൾ മർക്കോസിന്റെ സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷവും വായിച്ചു കഴിഞ്ഞാൽ വിശദമായിട്ട് അത് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കാണുന്നത്, ഈ സ്ത്രീ അവൾ വീട്ടിൽ നിന്ന് ആഗ്രഹിച്ചു വന്നൊരു കാര്യം എന്താണെന്നറിയാമോ? യേശുവിന്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. പ്രൈസ് ദി ലോർഡ്. അതാണ് അവളുടെ വിശ്വാസം. അതാണ് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ
ആ തിരക്കിനിടയ്ക്ക് അവൾ തൊട്ടതു. എവിടെ തൊട്ടെന്നറിയാമോ? വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. വസ്ത്രത്തിന്റെ തൊങ്ങൽ. പ്രൈസ് ദി ലോർഡ്. ആ വസ്ത്രത്തിന്റെ തൊങ്ങലിനെ കുറിച്ച് എങ്ങനെ കഴിക്കുന്ന അറിയുമോ? ക്രാസ്പെഡോൻ എന്ന് പറയും. ക്രാസ്പെഡോൻ ടാസൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ക്രാസ്പെഡോൻ ടാസൽസ് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭക്തന്മാരായിരിക്കുന്ന യഹൂദന്മാർ അവരെ ധരിക്കുന്ന ഒരു മേൽവസ്ത്രമാണ് ഇത്. ഇതിനെ വസ്ത്രം എന്ന് അവർ പൊതുവെ വിളിക്കുന്നത്. അത് അവരുടെ അങ്കിക്ക് മേലെ റെക്റ്റാങ്കിൾ ഒരു ഒരു ഷാൾ പോലെ ഒരു പ്രയർ ഷാൾ പോലെ ഉണ്ടാക്കിയിട്ടിട്ട് അതിൻ്റെ 4 കോണുകളിലും തൊങ്ങലുണ്ടാക്കും. മലയാളത്തിൽ തൊങ്ങലല്ല, അത് നമ്മൾ വായിച്ചത് തൊങ്ങൽ. എന്തിനാണെന്നറിയാമോ? ആ തൊങ്ങൽ അവരുടെ അടയാളമാണ്. അവർ വിശുദ്ധരാണെന്നും അവരെ ഭക്തരാണെന്നും അവർ ന്യായപ്രമാണം അനുസരിക്കുന്നവരാണെന്നും ഉള്ള ഒരു അടയാളമായിട്ടാണ് അവര് തൊങ്ങലുണ്ടാക്കുന്നത്. ആ 4 തൊങ്ങൽ, അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് സംഖ്യാപുസ്തകം 15-ാം അധ്യായത്തിലുണ്ട്. വായിക്കണ്ട. സംഖ്യാപുസ്തകം നമ്പേഴ്സ് 15:37. അതുപോലെ തന്നെ ആവർത്തനം 22-ാം അധ്യായത്തിൽ ഈ കൽപ്പന കൊടുത്തിട്ടുണ്ട്. എന്ത് കൽപ്പന? അവൻ നിങ്ങൾ ന്യായപ്രമാണത്തെ മറക്കാതിരിക്കാൻ, ആ വിശുദ്ധരാണ്, ദൈവത്തിന്റെ ജനമാണെന്ന് അറിയുവാൻ നിങ്ങളുടെ വസ്ത്രത്തിന് എന്തുണ്ടാക്കണം? 4 കോൺതലയ്ക്കലും തൊങ്ങലുണ്ടാക്കണം. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അപ്പോൾ വെറുതെ ഉണ്ടാക്കിയതല്ല, ദൈവം പറയുന്ന അനുസരിച്ചാണ് തൊങ്ങലുണ്ടാക്കി. മത്തായി സുവിശേഷത്തിലൊക്കെ വരുമ്പോൾ ഈ തൊങ്ങൽ വീതി കൂട്ടി വലിയ വിശാലമായ തൊങ്ങലുണ്ടാക്കി നടക്കുന്ന തങ്ങൾ ഭക്തരാണെന്ന് പുറമെ പ്രകടിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന പരീശന്മാരെ കർത്താവ് വിമർശിക്കുന്നുണ്ട്, അല്ലേ? തൊങ്ങലുകൾക്ക് അരപ്പട്ടയ്ക്ക് വീതി കൂട്ടുക, തൊങ്ങലുകൾ വലുതാക്കുക, ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ, കപടഭക്തിയെ കർത്താവ് വിമർശിക്കുന്നുണ്ട്. അപ്പോൾ താൻ യഹൂദനാണെന്നും ന്യായപ്രമാണം അനുസരിക്കുന്നവനാണെന്നും താൻ ന്യായപ്രമാണം പാലിക്കുന്നവനാണെന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രത്യേക വസ്ത്രം ധരിക്കുന്നത്. അതിൻ്റെ തൊങ്ങലാണ്. 4 ഭാഗത്തും 4 തൊങ്ങലുകളുണ്ട്. അത് കോണോട് കോൺ പുറകിലേക്ക് ഇടുമ്പോൾ ആ തൊങ്ങൽ തൂങ്ങിക്കിടക്കും. അതിലാണ് ആര് തൊട്ടത്? രക്തസ്രവക്കാരിയായിരിക്കുന്ന സ്ത്രീ തൊട്ടത്. വസ്ത്രത്തിന്റെ തൊങ്ങൽ. പ്രൈസ് ദി ലോർഡ്. അതിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ അവൾ യേശുവിൽ നിന്ന്, മറ്റു സുവിശേഷങ്ങൾ പറഞ്ഞു, യേശുവിൽ നിന്ന് ശക്തി എന്ത് ചെയ്തു? വ്യാപരിച്ചു, പുറപ്പെട്ടു. സ്തോത്രം, ഹല്ലേലൂയ. അത് യേശു അറിഞ്ഞു, തിരിഞ്ഞ് ചോദിച്ചു, ആരാണ് എന്നെ തൊട്ടത്? ഇതൊക്കെ മറ്റു സുവിശേഷങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. അവൾ ഭയപ്പെട്ടു. എന്നാലും അവളെ യേശുവിന്റെ അടുത്തേക്ക് വന്നപ്പോൾ യേശു പറഞ്ഞ വാക്കാണിത്: നീ ധൈര്യപ്പെട്ടിരിക്കും, നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. രക്തസ്രവക്കാരി ഒരു പുരുഷനെ തൊട്ടാൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ആ ന്യായപ്രമാണം വായിക്കുന്നവർക്കറിയാം, അല്ലേ? അവരെ എല്ലാം അശുദ്ധമാക്കുകയാ, ആ ഗ്രൂപ്പിനെ മുഴുവൻ അശുദ്ധമാക്കുകയാണെന്ന് അന്നത്തെ പ്രമാണം. എന്നാൽ കർത്താവ് പറഞ്ഞു, നീ ധൈര്യപ്പെട്, നിന്റെ ആ രോഗബന്ധനം അങ്ങ് അഴിഞ്ഞു മാറി. നീ എന്നെ തൊട്ടപ്പോൾ തന്നെ എന്തുണ്ടായി? സൗഖ്യമുണ്ടായി. നീ എന്നെ തൊടുമ്പോൾ നീ ആരല്ല? നീ രക്തസ്രവക്കാരി അല്ല. നീ എന്നെ തൊട്ട നിമിഷം, എന്നെ തൊട്ടില്ല, എൻ്റെ വസ്ത്രത്തെ തൊട്ട നിമിഷം തന്നെ നീ ന്യായപ്രമാണം ലംഘിച്ചില്ല. കാര്യം എന്താ? ആ നിമിഷം തന്നെ എന്തുണ്ടായി? രക്തസ്രവം പൂർണ്ണമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അവൾ ശുദ്ധിയുള്ളവളാ. അവളുടെ മേൽ കുറ്റം ആരോപിക്കാൻ കഴിയത്തില്ല, ഇല്ല. പ്രൈസ് ആമേൻ. നിങ്ങൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് ആരെങ്കിലും പറയുകയാണ് 12 വർഷമായിട്ട് ഇവൾ രക്തസ്രവമായിട്ട് ഈ നാട് മുഴുവൻ നടന്ന് സകലമാന വൈദ്യന്മാരെയും കണ്ടവളാ, ഇവൾ യേശുവിനെ തൊട്ടു, അവൻ അശുദ്ധനായി, ഇവൾ അശുദ്ധയാക്കി, ഇവളെ ന്യായപ്രമാണപ്രകാരം വിധിക്കണമെന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റ് ചെയ്താലും ഒന്നും കാണത്തില്ല. കാര്യം എന്താ? തൊട്ടപ്പോൾ തന്നെ അവൾക്ക് എന്തുണ്ടായി? സൗഖ്യമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞ് ധൈര്യമായിരിക്കെ എന്ന് പറഞ്ഞു. സ്തോത്രം. ഈ പകൽ നമ്മൾ ഓർത്തു കൊള്ളണം, കർത്താവ് നമ്മുടെ അവസ്ഥ അറിയുന്നുണ്ട്, നമ്മുടെ സ്ഥിതി അറിയുന്നുണ്ട്, നമ്മുടെ രോഗം എന്താണെന്ന് കർത്താവിന് അറിയാം, നമ്മുടെ രോഗബന്ധനമാണോ എന്ന് കർത്താവിന് അറിയാം. രോഗബന്ധനമാണെങ്കിൽ ആ ബന്ധനത്തെ അഴിക്കുവാൻ യേശുവിന്റെ നാമം മതിയായതാണ്. രോഗമാണെങ്കിൽ രോഗം സൗഖ്യമാക്കാൻ യേശുവിന്റെ നാമത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനാണെങ്കിൽ ആ രോഗബന്ധനം അഴിഞ്ഞ് ആ വിഷയത്തിന് കർത്താവ് എന്ത് കൊടുത്തു? ഒരു പരിഹാരം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പലപ്പോഴും പല സംശയങ്ങൾ, പല ചോദ്യങ്ങൾ, അല്ലേ? പലപ്പോഴും നമുക്ക് കർത്താവേ, എൻ്റെ വിഷയത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഞാൻ ലജ്ജിക്കപ്പെടുമല്ലോ, അല്ലേ? സമൂഹത്തിന് മുമ്പാകെ ഞാൻ എന്ത് പറയും? 12 വർഷമായി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ സമൂഹത്തോട്, എൻ്റെ സൊസൈറ്റിയോട് ഞാൻ എങ്ങനെ പറയും? ചിലർക്കൊക്കെ രോഗം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശക്തമായ അപകർഷതാ ബോധമുണ്ട്, അല്ലേ? ചെറിയ രോഗം വന്നാൽ അവരെ വളരെയധികം തളർത്തി കളയും.
ചിലർ വീടിന് പുറത്തോട്ട് എന്ത് ചെയ്യത്തില്ല, ഇറങ്ങിയല്ലേ, മുഖത്തോ കൈകാലുകളിലോ ഒക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ അത് പ്രത്യക്ഷമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ അവർക്ക് മടിയായതുകൊണ്ട് അവർ വീടിനകത്തേക്ക് ഒതുങ്ങും അല്ലേ. ഒരു ചെറിയ രോഗം വന്നാൽ നമ്മുടെ മനസ്സിന് എന്തുമാത്രം അലട്ടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് രോഗം സൗഖ്യമാകുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ മനസ്സിനോട് എന്ത് കിട്ടും, ഒരു സൗഖ്യം കിട്ടും അല്ലേ. പ്രൈസ് ദി ലോർഡ്. അതേസമയം രോഗിയായാൽ നമ്മളെ അലട്ടുന്ന പല പ്രശ്നങ്ങളുണ്ട്. നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുകയില്ല, മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റുകയില്ല, സന്തോഷത്തോടെ കാര്യം ചെയ്യാൻ പറ്റുകയില്ല, സന്തോഷത്തോടെ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുകയില്ല, ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയുകയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് സൗഖ്യം കൊടുത്തപ്പോൾ പുറമേ ഒരു രോഗസൗഖ്യം നടന്നെങ്കിലും ആന്തരികമായി അവളുടെ മനസ്സിനകത്തും കർത്താവ് എന്ത് കൊടുത്തു, ഒരു വലിയ വിടുതൽ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ പുറമേ സൗഖ്യമാക്കുന്നത് മാത്രമല്ല, നമ്മുടെ അകത്തും സൗഖ്യം. അതുകൊണ്ടാണ് കർത്താവ് ഒരു വാക്ക് പറഞ്ഞത്, ധൈര്യമായിട്ടിരിക്കാൻ. സ്തോത്രം. ധൈര്യമായിട്ട് ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കുടുങ്ങുന്നവർക്കറിയാം അവരുടെ ധൈര്യം ചോദിച്ചു. നമ്മൾ ഭയപ്പെട്ടു എന്നൊക്കെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. കാര്യം പ്രമാണപ്രകാരം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം അവള് ചെയ്തത്. 7 ദിവസം യേശുവിനെ ശുശ്രൂഷ മുടക്കാൻ ഈ ഒരൊറ്റ ടച്ചിങ് മതി അല്ലേ. എന്താ പ്രമാണപ്രകാരം പറയുന്നത്? രക്തസ്രവമുള്ള ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ 7 ദിവസം എന്ത് ചെയ്യണം, മാറിയിരിക്കണം. തൊടുന്നവരും തൊട്ടവരും തൊട്ട പാത്രങ്ങളും അവരിരുന്ന പാത്രം അവർ കിടന്ന പായും എല്ലാം വർജനം ആചരിക്കണം. എത്ര നാളത്തേക്ക്? 7 ദിവസത്തേക്ക്. 7 ദിവസം ശുദ്ധവെള്ളത്തിൽ കുളിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് അതിനുള്ളതായ പ്രായശ്ചിത്തമൊക്കെ കഴിച്ചിട്ടേ എവിടെ വരാവൂ, പൊതുവേദിയിലേക്ക് വരാവൂ. സ്തോത്രം. എന്നാൽ 7 ദിവസത്തെ യേശുവിന്റെ ശുശ്രൂഷ ബ്ലോക്കാക്കുന്ന ഒരു പരിപാടി ആര് ചെയ്യുന്നത്? ഈ രക്തസ്രവക്കാരി സ്ത്രീ ചെയ്തത്. അവള് ചെയ്യുന്നത് 7 ദിവസം യേശുവിനെ വേണമെങ്കിൽ തടയാമായിരുന്നു. കാര്യം സമൂഹം മുഴുവൻ അറിഞ്ഞു, അവിടെ ഉള്ളവർ മുഴുവൻ അറിഞ്ഞു, ആ കൂട്ടത്തിലുള്ളവർ ശിഷ്യന്മാരെല്ലാം അറിഞ്ഞു തൊട്ടതാരാണ്. എന്നാൽ ഒരു കാര്യം ഓർത്ത് കൊള്ളണം, കർത്താവ് തൊട്ടപ്പോൾ തന്നെ അവളുടെ മേലുള്ള രക്തസ്രവത്തെ പൂർണ്ണമായി സൗഖ്യമാക്കിയത് കൊണ്ട് ആ പ്രശ്നത്തിൽ ഒഴിവായി. പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രശ്നമല്ല മാറുന്നത് അല്ലേ. നമ്മൾ ഒരു വിഷയത്തിനെ കർത്താവ് വിടരുത്. നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ആ പ്രശ്നമല്ല, അതിനോടനുബന്ധിച്ചുള്ള ചെറുതും വലുതുമായ എല്ലാ വിഷയത്തിനും പരിഹാരം ഉണ്ടാകും. സ്വതന്ത്രം ചെയ്താട്ടെ. അങ്ങനെ വിശ്വസിക്കണം. ഒരു കാര്യമല്ല, കർത്താവേ ഞാനൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ ആ വിഷയത്തിന് പരിഹാരം തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ രക്തസ്രവക്കാരിയുടെ വിടുതലിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. മാനസികമായും സാമൂഹ്യപരമായും ആരോഗ്യപരമായും എല്ലാ തരത്തിലും മതപരമായിട്ട് പോലും ഒരു വലിയ വിടുതൽ അവിടെ നടക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഞാനിപ്പോൾ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാ. എൻ്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടാകുമ്പോൾ ആ ഒരൊറ്റ വിഷയത്തിന് മാത്രമല്ല, അതിനോടനുബന്ധിച്ചുള്ള സകല വിഷയത്തിനും പൂർണ്ണമായി വിടുതൽ തന്നതിന് ശേഷം മാത്രമേ ഹല്ലേലൂയ അതിന് പൂർണ്ണ പരിഹാരമെന്ന് എനിക്ക് സാക്ഷി പറയത്തക്കവണ്ണം ഒരു വിടുതൽ നടക്കുകയുള്ളൂ. അതിനകത്തൊരു പൂർണ്ണതയുണ്ട് എന്ന് ഇന്ന് പകൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. അതാ കർത്താവ് തൊട്ടാലുള്ള ഗുണം. കർത്താവ് നമ്മളെ സൗഖ്യമാക്കിയാലുള്ള ഗുണം അതാ. എല്ലാ തലത്തിലും വിടുതലാണ്. അത് വിദ്യാഭ്യാസത്തിലായാലും ജോലിയിലായാലും കുടുംബാന്തരീക്ഷത്തിലായാലും ആരോഗ്യത്തിലായാലും ഒന്നിനോടനുബന്ധിച്ച് പല പല വിഷയങ്ങൾക്കും ഒറ്റ വിഷയത്തിലെ വിടുതൽ എന്ന് നമ്മൾ കരുതുന്നതിനപ്പുറമായി പലതിലും വിടുതൽ നടക്കും. ഹല്ലേലൂയ. അങ്ങനെ ഒന്നല്ല, പല വിഷയങ്ങൾ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചല്ലോ. പ്രൈസ് ദി ലോർഡ്. പത്രോസിന്റെ പടക നിറഞ്ഞപ്പോൾ പത്രോസിന് മാത്രമല്ല വിടുതലുണ്ടായാണോ? വലത്ത് ഭാഗത്തോട്ട് വീശാൻ പറഞ്ഞു. വീശിക്കഴിഞ്ഞപ്പോൾ പടക നിറഞ്ഞു. പടക നിറഞ്ഞിട്ട് വലയിൽ പിന്നെ മീനുകൾ ശേഷിക്കുകയാ. തൊട്ടടുത്തുള്ള പടകുകളെല്ലാം നിറച്ചു കൊടുത്തു. ഒരാൾക്ക് മാത്രമല്ല വിടുതൽ, ഒരു വിഷയത്തിന് മാത്രമല്ല വിടുതൽ, അതിനോടനുബന്ധിച്ചുള്ള പല വിഷയങ്ങൾക്കും കർത്താവ് വിടുതൽ കൊടുത്തെങ്കിൽ ഇന്ന് പകൽ നമ്മൾ വിശ്വസിക്കണം, എൻ്റെ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വിടുതൽ തരുമ്പോൾ ഒരു വിഷയത്തിനല്ല പല വിഷയങ്ങൾക്കും വിടുതൽ കിട്ടും. പല പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. എന്നോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കണം. അങ്ങനെ തന്നെ സംഭവിക്കും. രക്തസ്രവക്കാരിക്ക്
അവളുടെ ബാധ വിട്ടുമാറിയെന്ന് മാത്രമല്ല, മാനസികമായി, ശാരീരികമായി, മതപരമായി, സാമൂഹ്യപരമായി എല്ലാ തലത്തിലും വിടുതലുണ്ടായി. അവൾക്കൊരു മാന്യതയുണ്ടായി അല്ലേ? 12 വർഷം ട്രീറ്റ്മെന്റ് നടക്കുമ്പോൾ അവളെ കുറിച്ചുള്ള നാട്ടുകാരുടെ അഭിപ്രായം എന്താ? ഉപദേശിക്കാൻ ഒത്തിരി പേര് കാണും ഇല്ലേ? നീ ഇറങ്ങി നടക്കാൻ പാടില്ല, നീ ഇങ്ങനെ കറങ്ങി നടക്കരുത്. ഒന്ന്. രണ്ടാമത്, ഇന്ന വൈദ്യന്മാരെയൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. മൂന്നാമത്, ഇന്ന മരുന്നൊക്കെ ചെയ്താൽ കൊള്ളാം. നാലാമത്, ഇത്തരം പ്രായമൊക്കെ ആയില്ലേ, നിർത്ത്, എന്നിട്ടൊരു മൂലയ്ക്ക് പോയി എവിടെയെങ്കിലും ചാകാൻ നോക്ക് അല്ലേ? ഇങ്ങനൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണും. നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? യെശയ്യാപ്രവചനത്തിൽ കർത്താവിനെ കുറിച്ചൊരു പ്രവചനം പറഞ്ഞിട്ടുണ്ട്. ചതഞ്ഞ ഓട ഇന്ത്യത്തില്ല, ഓടിക്കുകയില്ല, പുകയുന്ന തിരിയെ അവൻ കെടുത്തുകയില്ല. നമ്മളൊക്കെ ആണെങ്കിൽ എന്നെ ഒടിച്ചു കളഞ്ഞേനെ, നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എന്നെ ചതച്ചു കളഞ്ഞേനെ അല്ലേ? കെടുത്തിക്കളഞ്ഞേനെ. കാര്യം എന്നാ? വളരെ പ്രായമുള്ളൊരു സ്ത്രീയാണ്. ഈ സ്ത്രീ ഇനി ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ വിഷയം വിട്ടന്. പ്രൈസ് ദി ലോർഡ് ഇല്ലേ? നമ്മുടെ കൂടെ ആരാധിക്കുന്നവർ, കൂടെ പ്രാർത്ഥിക്കുന്നവര് ചില വിഷയങ്ങൾക്കൊക്കെ പഴക്കമുണ്ടാകുമ്പോൾ, കാലതാമസം ഉണ്ടാകുമ്പോൾ അതൊക്കെ വിട്ടുകളയും, ആ പ്രാർത്ഥന നിർത്തിക്കളയും. നമ്മുടെ വിഷയം അവര് മറന്നുകളയും ഇല്ലേ? നമ്മുടെ വിഷയം അവര് മറന്നുകളയും. എന്നാൽ കർത്താവ് മറക്കുകയില്ല. കർത്താവ് ഒരിക്കലും മറക്കുകയില്ല. 2 വർഷം കൊണ്ട് യോസേപ്പിനെ അപ്പക്കാരുടെ പ്രമാണി എന്ത് ചെയ്തു? പാനപാത്രവാഹകരുടെ പ്രമാണി മറന്നു കളഞ്ഞു. ഏതാനും ചില വർഷങ്ങൾ മാത്രം. അങ്ങനാണെങ്കിൽ പഴകിയ വിഷയങ്ങൾ, ഈ ചതഞ്ഞ ഓട അല്ലേ, പുകയുന്ന തിരി പോലെയുള്ള ഈ വൃദ്ധയായ സ്ത്രീയുടെ ഈ സങ്കടം, ഈ വേദനകൾ നാട്ടുകാരും വീട്ടുകാരും സ്വന്തക്കാരും എല്ലാം അവഗണിച്ചപ്പോൾ അതിനേക്കാൾ ചെറുപ്പക്കാരിയായിരിക്കുന്ന കേവലം 12 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിൻ്റെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ്, അതിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ജീവന്റെ വിഷയം, ഒരു മരണത്തിന്റെ വിഷയത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട വിഷയത്തെ അവിടെ നിർത്തിയിട്ട് കർത്താവ് ആരിലേക്ക് തിരിഞ്ഞു? തന്നെ തൊട്ട രക്തസ്രവക്കാരിയിലേക്ക് തിരിഞ്ഞു. ഹല്ലേലൂയ. യേശുവിനെ തൊട്ടാനുള്ള ഗുണമതാ. സകല വിഷയങ്ങളും മാറ്റിവെച്ചിട്ട് യേശുവിനെ തൊട്ടവനെ അടുത്തേക്ക് യേശു വരും. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്, നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ആമേൻ. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് കാര്യം വിഷയത്തെ അവിടെ നിർത്തിയിട്ട് യേശു തിരിഞ്ഞു നിന്നു. ആർക്ക് വേണ്ടി? ആമേൻ. ഈ രക്തസ്രവക്കാരിയായ സ്ത്രീക്ക് വേണ്ടി. ആമേൻ. സമൂഹവും പ്രിയപ്പെട്ടവരും മതവും പ്രമാണവും എല്ലാം നമ്മളെ മാറ്റി നിർത്തുമ്പോൾ ആമേൻ, നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. ആമേൻ. നമ്മളെ തേടി വരുന്നൊരു കർത്താവുണ്ട്. അവനെ തൊട്ടെങ്കിൽ, അവനെ അറിഞ്ഞെങ്കിൽ ഈ പകൽ നമ്മൾ ഓർത്തു കൊള്ളണം, ആ കർത്താവ് നമുക്ക് വേണ്ടി നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ കാര്യങ്ങൾ കർത്താവ് ഏറ്റെടുക്കും. നമ്മുടെ പ്രശ്നങ്ങൾ കർത്താവ് പരിഹാരം തരും. നമ്മുടെ വിഷയങ്ങളെ കർത്താവ് നിന്ന് പരിശോധിച്ച് മനസ്സിലാക്കി നമുക്ക് വേണ്ടി സമയം ചെലവിടുവാൻ കർത്താവ് തയ്യാറാ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടൊക്കെ ഇരിക്കുന്നത് അല്ലേ? നമ്മളൊക്കെ എന്നേ പോകേണ്ടവരാ, നമ്മളൊക്കെ നഷ്ടപ്പെട്ടു പോകേണ്ടവരാ, നമ്മളൊക്കെ തകർന്നു പോകേണ്ടവരാ. എത്ര അപകടങ്ങളുണ്ടായി ഇല്ലേ? എത്ര മരണങ്ങളുണ്ടായി, എത്ര രോഗങ്ങളുണ്ടായി, എത്ര മാത്രം പ്രാവശ്യം ശത്രുവിനെ മുഖാമുഖം കണ്ടു. എന്നാൽ കർത്താവ് നമ്മളെ വിടുവിച്ച് നമുക്ക് വേണ്ടി ഒന്ന് നിന്നതുകൊണ്ട്, അവന്റെ ശക്തി നമുക്ക് വേണ്ടി പകർന്നതുകൊണ്ട് ഇന്ന് പകൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ഇപ്പോൾ 12 വയസ്സുകാരിയായിരിക്കുന്ന ഈ കുഞ്ഞിനെ ഉയർപ്പിക്കാനുള്ള യാത്രക്കിടയിലാണ് തന്നെ തൊട്ട ഒരുവൾക്ക് വേണ്ടി കർത്താവ് നിന്നത്, അവൾക്ക് വേണ്ടി കർത്താവിന്റെ ശക്തി പകർന്നത്. ഇന്ന് പകൽ നമ്മൾ വിശ്വസിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഇത്രയും തിരക്കിനിടയിൽ ഒരു സാധാരണക്കാരിയെ തേടി യേശു വന്ന് അവളെ തൊട്ട് സൗഖ്യമാക്കിയെങ്കിൽ അതാണ് നമ്മൾ സേവിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. ഇത്ര നല്ല കർത്താവിനെ സേവിപ്പാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നല്ലോ. എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ സുവിശേഷത്തെ എതിർക്കുന്നത്? എന്തുകൊണ്ടാണ് മറ്റുള്ളവര് കർത്താവിനോട് വലിയ താല്പര്യം കാണിക്കാത്തതെന്നറിയാമോ? എന്താ കാര്യം എന്നറിയാമോ? പല കാര്യങ്ങളും അല്ലെ, മറ്റു ജാതികളും മറ്റു മതങ്ങളുമൊക്കെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഈസി ആക്കി കൊടുത്ത ആളാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ് അല്ലേ? പല വിഷയങ്ങളും മതപ്രകാരം അങ്ങ്
ബുദ്ധിമുട്ടുള്ളതെന്ന് അവര് പറഞ്ഞത്, മറഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞു, മർമ്മമാണെന്നൊക്കെ പറഞ്ഞത്, ആരെ കൊണ്ട് സാധിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ കാര്യം വളരെ ഈസി ആക്കി കൊടുത്ത ആളാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. രോഗസൗഖ്യം ചില മതത്തിൽ ചിലരുടെ മാത്രം അവകാശമായിരുന്നു അല്ലേ? എന്തിനധികം യഹൂദന്മാരുടെ ഇടയിൽ പോലും ചില പ്രത്യേക പുരോഹിതന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ആ കാര്യം. അല്ലെങ്കിൽ വല്ലപ്പോഴും ദൂതൻ വന്ന് സൗഖ്യമാക്കുന്ന സ്ഥാനത്ത് യേശു വന്ന് വിട്ട് പറഞ്ഞു, മതത്തെ നോക്കണ്ട, പാരമ്പര്യങ്ങളെ നോക്കണ്ട, ഒരു പ്രത്യേക വ്യക്തിയെ നോക്കിയിരിക്കണ്ട, രക്തസ്രവക്കാരിയെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. കർത്താവ് പറഞ്ഞു, അതിനങ്ങ് ജനകീയമാക്കി. നമ്മുടെ ഭാഷ പറഞ്ഞാൽ ജനകീയമാക്കി. എന്തിനെ? ദൈവം മാത്രം ചെയ്യുന്ന ചില കാര്യങ്ങളെ മറ്റു മതങ്ങളെല്ലാം പറയുന്ന പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, അസംഭവ്യമാണെന്ന് പറഞ്ഞ് ചില ദൈവങ്ങൾ മാത്രം ചെയ്യും, ഗുരുക്കന്മാർ മാത്രം ചെയ്യണം, അവർ മാത്രമേ ചെയ്യാവൂ എന്ന് അവകാശപ്പെട്ട പല കാര്യങ്ങളും സാധുക്കളായ നമ്മൾ വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് കൊണ്ടാണ് നമ്മളോട് ഇത്ര എതിർപ്പ് അല്ലേ? പ്രൈസ് ദി ലോർഡ്. അസാധ്യമാണ് ജീവരക്ഷ അല്ലേ? രക്ഷിക്കപ്പെടുക, രക്ഷപ്പെടുക, നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ കർത്താവ് സിമ്പിളായിട്ട് പറഞ്ഞു, എൻ്റെ നാമത്തിൽ വിശ്വസിച്ചാൽ നിനക്കെന്തോ ഉണ്ട്, നിത്യജീവൻ ഉണ്ട് അല്ലേ? പല മതങ്ങളും പറഞ്ഞു ഇന്ന കാര്യങ്ങൾ ചെയ്യണം, പല ജന്മജന്മാന്തരങ്ങൾ എടുക്കണം, ആയിരക്കണക്കിന് ജന്മങ്ങൾ എടുത്തെടുത്ത് ഒടുവിൽ പ്രാപിക്കാനുള്ളതാ രക്ഷ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് തന്നെ ജനകീയമാക്കി സിമ്പിളായിട്ട് പറഞ്ഞു, വേണ്ട, ഒറ്റ കാര്യം ചെയ്താൽ മതി, എന്നിൽ വിശ്വസിച്ചാൽ നിനക്ക് എന്തുകൊണ്ട്, നിത്യജീവൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സാധുക്കൾക്കും എളിയവർക്കും ഈ രക്ഷയുടെ സുവിശേഷം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, ഈ സത്വർത്തമാനം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, എളിയവരോട് സദ്വാർത്ത കർത്താവ് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് യേശുവിനെ പലരും അവഗണിക്കുന്നത്, പലരും നമ്മളോട് എതിർക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? അവർക്കൊക്കെ പ്രശസ്തരാകാനും നേട്ടങ്ങൾ ഉണ്ടാക്കാനും മനുഷ്യരെ വേർതിരിച്ചു കാണാനൊക്കെ ഉള്ളതായിരുന്നു രക്ഷയും രോഗസൗഖ്യവും മറ്റത്ഭുത പ്രവൃത്തികളും. എന്നാൽ അതെല്ലാം സിമ്പിളായി നമ്മുടെ കുഞ്ഞുങ്ങളുടെ നാവിൽ കർത്താവ് കൊടുത്തു അല്ലേ? ആമേൻ. നമ്മുടെ സഹോദരങ്ങൾക്ക് അത് പകർന്നു കൊടുത്തു. ആമേൻ. വിശ്വസിക്കുന്നവർക്കെല്ലാം കർത്താവ് പറയുകയാണ്, വിശ്വസിക്കുന്നവരാൽ, ഇന്നാരെന്നൊന്നും പറഞ്ഞില്ല, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളെ സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്. അവരെ സർപ്പങ്ങളെ പിടിച്ചെടുക്കും, അവർ ഭൂതങ്ങളെ പുറത്താക്കും, അവർ വിഷകരമായത് കുടിച്ചാലൊന്നും ഒരു ഹാനിയും വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പലരും കുത്തകയാക്കി വെച്ചിരുന്ന പല ദൈവപ്രവൃത്തികളും സാധുക്കൾക്ക്, ജനങ്ങൾക്ക്, കോമൺ മാന് കൊടുത്തു. അതുകൊണ്ടാണ് ഇന്ന് സുവിശേഷം വിമർശിക്കപ്പെടുന്നത് അല്ലേ? യേശുവിനെ ആർക്കും ഇഷ്ടമല്ല. ക്രിസ്തു മതത്തെ പോലും അവര് വെറുക്കുന്ന കാര്യം അതാ. പ്രൈസ് ദി ലോർഡ്. അതൊരു കാര്യം ഓർത്ത് പറയണം. ഈ അന്ത്യകാലത്ത് തലമുറകളുടെ മേൽ അഭിഷേകം തന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദർശനം കൊടുത്ത്, നമ്മുടെ വൃദ്ധന്മാരെ ദർശനം കൊടുത്ത്, വെളിപ്പാട് കൊടുത്ത്, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ആത്മാവിനെ പകർന്ന് കർത്താവ് ആ ശുശ്രൂഷ മൺപാത്രങ്ങളിൽ പകർന്ന് കർത്താവ് നമ്മളെ ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് രക്തസ്രവക്കാരിയായാലും കുഷ്ഠരോഗിയായാലും എത്ര മാത്രം ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത രോഗമായാലും ബന്ധനമായാലും പാപത്തിന്റെ അതികഠിനമായിരിക്കുന്ന അവസ്ഥയാണെങ്കിലും എല്ലാത്തിനും പരിഹാരം യേശുവിന്റെ നാമത്തിലുണ്ട്. നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അടുത്ത് ചെന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതിന് വിലയൊന്നും കൊടുക്കണ്ടല്ലോ അല്ലേ? രക്ഷയ്ക്ക് വില കൊടുക്കണോ? രോഗസൗഖ്യത്തിന് വില കൊടുക്കണോ? അവിടെ പറയാ, ഈ രക്തസ്രവക്കാരി സ്ത്രീ തന്റെ സമ്പാദ്യം മുഴുവൻ വൈദ്യന്മാർക്ക് കൊടുത്തു. ഇവിടെ ഫീസില്ല, പരിപൂർണ സൗഖ്യം. എങ്ങനെ? ആമേൻ. യേശു നിൽക്കുമ്പോൾ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ട് ചെലവില്ലാതെ നമ്മൾ വിടുതൽ പ്രാപിച്ചു. ഹല്ലേലൂയ. ഇതാണ് ആർക്കും ഇഷ്ടപ്പെടാത്തത്. ഇതാണ് സുവിശേഷത്തെ ആരും ഇഷ്ടപ്പെടാത്തത്. ഇതാണ് യേശുവിനെ ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യം. എന്നറിയാമോ? ദൈവം സാക്ഷാൽ ദൈവമായിരുന്നവൻ ജഡരൂപം എടുത്ത് നമ്മുടെ ഇടയിലൊക്കെ വന്ന് ആമേൻ നമ്മുടെ ഇടയിൽ പാർത്ത് നമ്മുടെ വേദനകൾ അറിഞ്ഞ് നമ്മുടെ വിഷയങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിയമത്തിന്റെയും മതത്തിന്റെയും ഒക്കെ അതിരുകളൊക്കെ ലംഘിച്ചുകൊണ്ട് അതിനെല്ലാം തകർത്തുകൊണ്ട് നമ്മുടെ ഇടയിൽ ദൈവത്തിന്റെ പുത്രനായി വെളിപ്പെട്ട് നമ്മളെ വിടുവിച്ച കർത്താവ് നമ്മുടെ കർത്താവ്. രക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം? മല കയറണം ഇല്ലേ?
ഏ മുങ്ങണം, നദികളിൽ മുങ്ങണം. ഇങ്ങനൊക്കെ ഉള്ളപ്പോഴാണ് കർത്താവ് പറഞ്ഞത് വിശ്വസിച്ചാൽ മാത്രം മതി. രോഗസൗഖ്യം വേണമോ? വിശ്വസിച്ചാൽ മാത്രം മതി. ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള കാര്യമാണ്. പലർക്കും പല നഷ്ടങ്ങളും ഉണ്ടാകുന്ന കാര്യമാണിത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ രക്തസ്രവക്കാരി സ്ത്രീ എന്ന് പറയുന്നതായ ആ സാധാരണ സ്ത്രീ പരസഹായമില്ലാതെ, ഒരു ശിഷ്യന്റെ സപ്പോർട്ടില്ലാതെ, ഒരു ഗുരുവിന്റെ സപ്പോർട്ടില്ലാതെ, ഇടനിലക്കാരില്ലാതെ തൻ്റെ വിശ്വാസത്താൽ മാത്രം താൻ യേശുവിനെ തൊട്ട് സൗഖ്യം പ്രാപിച്ചു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും. ഇന്ന് പകൽ നമ്മളിവിടുന്ന് മടങ്ങി പോകുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, കർത്താവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആരുമില്ലെങ്കിലും, എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ ഒരു ദൈവദാസനില്ലെങ്കിലും, എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ ഒരു പ്രവാചകനില്ലെങ്കിലും, എന്നോടൊപ്പം കൂടെ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ ഒരുപറ്റം ജനമില്ലെങ്കിലും, ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നിലവിളിക്കുമ്പോൾ രക്തസ്രവക്കാരി സ്ത്രീയെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യമാകിയതുപോലെ എന്നെ സൗഖ്യമാക്കാൻ, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. യാതൊരു ചെലവുമില്ലാതെ, നിബന്ധനകളില്ലാതെ എൻ്റെ സകല വിഷയങ്ങൾക്കും കർത്താവ് പരിഹാരം തരും എന്നുള്ള വിശ്വാസത്തോടെ വേണം ഇന്ന് പകൽ ഇവിടുന്ന് മടങ്ങിപ്പോകാൻ. തലമുറകളെ കുറിച്ച് ഭാരപ്പെടരുത്, ഭാവിയെ കുറിച്ച് ഭാരപ്പെടരുത്, രോഗക്കെട്ടുകളെ കുറിച്ച് ഭാരപ്പെടരുത്. രക്തസ്രവക്കാരിയെ സൗഖ്യമാക്കിയ കർത്താവ് നമ്മളെ വിടുവിപ്പാൻ ശക്തനായ കർത്താവ്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ഒരു നിമിഷം നമ്മളെ തന്നെ സമർപ്പിച്ചാട്ട്. ആമേൻ. കർത്താവ് മതിയായവനാ, സകലത്തിനും മതിയായവനാ. രക്തസ്രവക്കാരിയുടെ ഒരു പ്രശ്നമല്ല പരിഹരിക്കപ്പെട്ടത്, ഒരൊറ്റ ടച്ചിങ്ങിൽ കൂടെ ഒന്ന് തൊട്ടപ്പോൾ അവരുടെ ശാരീരികമായും മാനസികമായും ആത്മീകമായും മതപരമായും സാമൂഹികപരമായും എല്ലാ വിഷയങ്ങളും കർത്താവ് പരിഹാരം കൊടുത്തിട്ട് അവളുടെ ബന്ധുക്കളുടെയും ചാച്ചക്കാരെയും പ്രിയപ്പെട്ടവരുടെയും സമൂഹത്തിന് മുമ്പിൽ തല ഉയർത്തി നിൽക്കത്തക്കവണ്ണം ഒരു മാന്യത അവൾ കൊടുത്തു. ഇന്ന് പകൽ നമ്മൾ പ്രാർത്ഥിച്ചോണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ എനിക്കൊരു വിടുതൽ പ്രാപിക്കാൻ കഴിയും, വിശ്വാസത്താൽ എനിക്കൊരു സൗഖ്യം പ്രാപിക്കാൻ കഴിയും. കർത്താവ് എനിക്ക് തരുന്ന സൗഖ്യം അത് പൂർണ്ണതയുള്ളതാണ്. അത് ഒരു വിഷയത്തിനല്ല, പല വിഷയത്തിന് പരിഹാരം തരുന്നതാണ്. എന്നെ സമർപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് സമർപ്പിച്ചു കൊടുത്താട്ട്. തുടർന്ന് നമ്മൾ കാണാൻ വഴി യായിറോസിന്റെ വീട്ടിലേക്ക് പോയി ആ മകളെ കർത്താവ് ജീവിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുവരെ ചെയ്യാത്തൊരു കാര്യം കർത്താവ് ആദ്യമായി ചെയ്തു. ആദ്യമായിട്ടാണ് ഒരാളെ ജീവിപ്പിക്കുന്നത്. ഹല്ലേലൂയ. യായിറോസ് അതുവരെ കേട്ടിട്ടില്ല യേശു ആരെ ഉയർപ്പിച്ചതായിട്ട്. പിന്നീടാണ് ഉയർപ്പെല്ലാം നടക്കുന്നത്. എന്നാൽ അവന്റെ വിശ്വാസത്തെ കർത്താവ് മാനിച്ചെങ്കിൽ ഇന്ന് പകൽ നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ ദൈവം നമ്മുടെ വിഷയങ്ങളിൽ പരിഹാരമുണ്ട്. കർത്താവ് എല്ലാത്തിനും പരിഹാരം തരും. എന്നെ സൗഖ്യമാക്കും, എന്നെ വിടുവിക്കും. എൻ്റെ വിഷയങ്ങളുടെ മേൽ കർത്താവ് മതിയായവനാണ്. ഒരു നിമിഷം കണ്ണുകളടച്ച് ഒന്ന് സമർപ്പിച്ചാട്ട്. സൗഖ്യവും വിടുതലും നന്മകളും ഉയർച്ചകളും അനുഗ്രഹങ്ങളും എല്ലാം നമ്മുടെ കർത്താവിൻ്റെ പക്കലുണ്ട്. കർത്താവിൻ്റെ പക്കലിന് ഒന്നിനും കുറവില്ല. ഈ പകലൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യർക്ക് കഴിയാത്തത്, ന്യായപ്രമാണത്തിന് കഴിയാത്തത്, മതത്തിന് കഴിയാത്തത്, വൈദ്യന്മാർക്ക് കഴിയാത്തത്, ഈ ലോകത്തിലെ അധികാരികൾ കഴിയാത്തത് നമ്മുടെ കർത്താവിന് കഴിയും. ഒരു നിമിഷം നമ്മളെ തന്നെ സമർപ്പിക്കാം, ഇവിടെ കണ്ണുകളടയ്ക്കാം, നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അടുത്ത ഒരാഴ്ച ജീവിക്കാൻ ആവശ്യമായ സ്വർഗത്തിലെ കൃപ കർത്താവ് നമുക്ക് തരേണ്ടതിന് വേണ്ടി ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ റോബിൻ ബ്രദർ ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ച് അവസാനിക്കും.